നിയമവിരുദ്ധമായി യുഎസിൽ പ്രവേശിച്ച 104 ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയതിനെ ചൊല്ലിയുള്ള പാർലമെന്റ് പ്രതിഷേധങ്ങൾക്കിടെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതികരണം നൽകുന്നത്. നാടുകടത്തൽ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ചേർന്നതിന് മിനിറ്റുകൾക്കുള്ളിൽ പിരിഞ്ഞിരുന്നു. 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി ഒരു യുഎസ് സൈനിക വിമാനം ബുധനാഴ്ച അമൃത്സറിൽ വന്നിറങ്ങിയത്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികളുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് സർക്കാർ നാടുകടത്തിയ ഇന്ത്യക്കാരുടെ ആദ്യ ബാച്ചാണിത്. ഇവരിൽ 33 പേർ വീതം ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 3 പേർ വീതം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും 2 പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരുമാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം വിളിക്കുകയും സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിലെ ഒരു പ്രധാന നീക്കമാണ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കൽ. അമേരിക്കയിൽ നിന്ന് നിയമാനുസൃതം നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് നേരത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അമേരിക്ക ഉൾപ്പെടെ ഏതൊരു രാജ്യത്തും ഞങ്ങളുടെ പൗരന്മാരിൽ ആരെങ്കിലും നിയമവിരുദ്ധമായി കഴിയുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ത്യയിലേക്കുള്ള അവരുടെ വരവിനെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യും എന്നായിരുന്നു ജയശങ്കർ പറഞ്ഞത്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശരിയായ കാര്യം ചെയ്യുമെന്ന് നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.